സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ്. നിങ്ങൾക്ക് ഈ മരം ഏതാണെന്ന് മനസ്സിലായോ? ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മളെക്കൊക്കെ പരിചയമുള്ള, പലർക്കും പരിചയമുള്ള ജാതിമരം. ഈ ജാതിമരത്തിൻ്റെ സയൻറ്റിഫിക് നെയിം മെരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്നാണ്. അത് മെരിസ്റ്റിക്കേസി എന്ന കുടുംബത്തിലാണ് വരുന്നത്. ഈ ജാതിമരത്തിൽ ആൺ ജാതിമരങ്ങളും പെൺ ജാതിമരങ്ങളും ഉണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് ഡയോഈഷ്യസ്. ആൺജാതി മരങ്ങളിൽ ഫ്രൂട്ട് ഉണ്ടാവില്ല. ഇത് പെൺജാതി മരമാണ്. അതുകൊണ്ട് തന്നെ ഇതുമ്പോൾ ഫ്രൂട്ട് ഉണ്ട്. നിങ്ങൾക്കത് നോക്കി കാണാൻ പറ്റും. ഫ്രൂട്ടുകൾ ഇതാ ഇവിടെയുണ്ട്, ചെറുത് രണ്ടെണ്ണം. നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ചെറുത് രണ്ടെണ്ണം ഉണ്ടോ? അവിടെ മുകളിലേക്ക് കുറച്ചുകൂടെ വലുതുണ്ട്. സാധാരണ ഈ ജാതി മരം അത് ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെയാണ് നിറച്ച് ഫ്രൂട്ട് ഉണ്ടാവുക. പക്ഷേ കൊല്ലം മുഴുവൻ അതിൽ ഫ്രൂട്ട് ഉണ്ടാവും. ആൺ പെൺ മരങ്ങളുണ്ട്. അപ്പോൾ പെൺമരങ്ങൾ അതിൽ ഫ്രൂട്ട് വരണമെങ്കിൽ ആൺമരങ്ങളുടെ പൂമ്പൊടി പരാഗണം വഴി ഇതിൽ വരണം. അപ്പോൾ ആൺമരങ്ങൾ ആവശ്യമാണ്, എന്നാലേ ഈ പെൺമരങ്ങളിൽ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. മറ്റൊരു ചെടിയാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പപ്പായ ഡയോഷ്യസാണ്. ഇനി നമ്മളിതിൻ്റെ ഫ്രൂട്ടിലേക്ക് കയറുമ്പോൾ ഫ്രൂട്ടിൻ്റെ കളറ് യങ് സ്റ്റേജിൽ പച്ച നിറവും, പിന്നെ അത് മഞ്ഞ നിറവും. അങ്ങനെയാണ് അതിൻ്റെ ഫ്രൂട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്. സുഹൃത്തുക്കളെ, ഇതാണ് പഴുത്ത ജാതിക്ക എന്ന് പറയുന്ന സാധനം. ഇതിന് ഒരു പേരുണ്ട് ഈ പ്ലാന്റിന്, നട്ട്മെഗ് ട്രീ. ഇതിൻ്റെ പുറത്തുള്ള തോട് കണ്ട നിങ്ങൾ ഇപ്പം മഞ്ഞ നിറമായി. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ ഉണങ്ങിയിട്ട് അത് പൊളിഞ്ഞിട്ട് കിട്ടുന്ന സാധനം കണ്ടോ? ഇതാണ് നമ്മൾ ജാതിക്ക എന്ന് പറയുന്ന സാധനം. ശരി, ഇതിന്മേ ഒരു കറുത്ത സീഡ് ഉള്ളിലുണ്ട്. ആ കറുത്ത സീഡിൻ്റെ പേരാണ് നട്ട്മെഗ്. ഇതിന് മുകളിലൊരു ചുമപ്പ് അല്ലെങ്കിൽ ഒരു നല്ലൊരു കളറിൽ പിങ്ക് കളറിൽ ഒരു കവറിങ് ഉണ്ട്. അതാണ് അതിൻ്റെ മെയ്സ്, ജാതിപത്രി. മെയ്സിൻ്റെ സ്പെല്ലിങ് MAC എന്നാണ് കേട്ടോ, അല്ലാണ്ട് ചോളമല്ല. അപ്പോൾ ഈ ജാതിപത്രിയും ജാതിക്കായുമാണ് ഇതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ പാർട്ട്. ഇത് മെഡിസിനൽ ആസ്പെക്റ്റ് ഉപയോഗിക്കും, അതുപോലെ കറികൾക്കും മറ്റും സ്പൈസ് പോലെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ജാതിപത്രിയും ജാതിക്കായും. ഈ ജാതിക്കായുടെ വേറെ പേരാണ് നട്ട്മെഗ്. അതുകൊണ്ട് ഈ മരത്തിന് പേരുണ്ട് നട്ട്മെഗ് ട്രീ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.